കൊമേഴ്സിന്റെ 4ാം ദിവസത്തെ 5ാമത്തെ പാർട്ടിലേക്ക് മുഴുവൻ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ 2 പാർട്ടാക്കി തന്നെ മാറ്റിയത്. 4 പാർട്ടിൽ ഒതുക്കാൻ തീരുമാനിച്ചെങ്കിലും അത് ഏകദേശം 1 മണിക്കൂറിൽ മുകളിൽ എത്തുന്നത് കണ്ടിട്ടാണ് നമ്മൾ അതിനെ വളരെ കൃത്യമായി 2 പാർട്ടുകളാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഓരോ പാർട്ട് കണ്ട് അടുത്ത പാർട്ടിലേക്ക് പോകുന്നതാണ്. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ എന്റെ ഓരോ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി JT കൊമേഴ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക്, ഈ ക്ലാസ് റൂം അന്തരീക്ഷത്തിലേക്ക് മുഴുവൻ പേർക്കും സ്വാഗതം. അടുത്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ വലിയ പ്രോബ്ലത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് എന്നതായിരിക്കും നമ്മുടെ ചോദ്യമായി തരുന്നത്. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. എല്ലാ വർഷവും ഏതാണ് +2 നമ്മുടെ ബോർഡ് എക്സാമിലേക്ക് വരുമ്പോൾ എല്ലാ വർഷവും നമുക്ക് 8 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്റർ നന്നായി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 10 മുതൽ 15 മാർക്കിനകത്ത് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് നന്നായി എല്ലാവരും ഈ ചാപ്റ്റർ വർക്ക് ചെയ്യണം. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. പല കുട്ടികളും പറഞ്ഞിനി വരുന്ന കാര്യമാണ്, സാർ ഭയങ്കര പാടാണ്, ആ ചാപ്റ്റർ വിട്ടിട്ട് ബാക്കി ഞങ്ങൾ പഠിക്കട്ടെ. ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് മുതൽ ഉണ്ടാവുകയും കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുകയും അടുത്ത ചാപ്റ്ററുകളിൽ പോകുമ്പോൾ പോലും ഇടയ്ക്ക് ഒരാഴ്ചയിൽ 1-2 തവണയെങ്കിലും നിങ്ങൾ ഈ ചോദ്യം, ഏതെങ്കിലും ഒരു ചോദ്യം എടുത്തു വെച്ച് നിങ്ങൾ ചെയ്തു നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പറയട്ടെ, ഇത് നിങ്ങൾക്ക് ഉറപ്പായും ഒരു 10 അല്ലെങ്കിൽ 10-12 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് തന്നിരിക്കും. അതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലം നന്നായി ചെയ്തു പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അപ്പൊ നമ്മള് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സ്ക്രീനിൽ ചോദ്യം വരുന്നു. 2012 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ദ ഫോളോയിങ് ആർ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് സ്നേഹ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫോർ 31st December 2011. താഴെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 31 ഡിസംബർ 2011 തന്നിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഓരോ ഐറ്റങ്ങൾ വളരെ വേഗത്തിൽ നോക്കി പോകാം. റെസിപ്റ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഓൺ 1025. സബ്സ്ക്രിപ്ഷൻ ഇന്നറിൽ 3 വർഷത്തെ തന്നിരിക്കുന്നു. സ്പ്ലിറ്റിംഗ് ആണത്. നമുക്കിനി പ്രോബ്ലം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. 2010 40 രൂപ, 2011 2050 രൂപ, 2012 60, പുറത്ത് ഔട്ടറിൽ 2150. അതുപോലെ പ്രൊസീഡ്സ് ഓഫ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം 950, ഡൊണേഷൻ 540, സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പർ 45. പേയ്മെന്റ് സൈഡിലേക്ക് പോകുമ്പോൾ സാലറീസ് 600, ജനറൽ എക്സ്പെൻസ് 80, എന്റർടൈൻമെന്റ് പ്രോഗ്രാം എക്സ്പെൻസ് 450, മുനിസിപ്പൽ ടാക്സ് 50, ന്യൂസ് പേപ്പേഴ്സ് 150, ചാരിറ്റി 350, ഇൻവെസ്റ്റ്മെന്റ് അത് ഗവൺമെന്റ് ബോണ്ടാണ് 2000, ഇലക്ട്രിസിറ്റി ചാർജസ് 140, ബാലൻസ് ക്യാരി ഡൗൺ തന്നിരിക്കുന്നത് 890 ആണ്. ടോട്ടൽ ടാലി ബാലൻസ് തന്നിരിക്കുന്നത് 4710 ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എക്സാമിന് വന്നിട്ടില്ല, 8 മാർക്കിന് വന്ന ചോദ്യമാണ്. അപ്പം നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് നോക്കാം. ദ club has 500 members, each paying an annual subscription of ₹5. And second one, on 31st December 2011, salaries outstanding amount to ₹50 and municipal tax amounting ₹40 per annum have been paid up to 31st March 2012. And third one, on 31st December 2011, the club owns sports equipment value at ₹2,500, furniture worth ₹1,500, and musical instrument worth ₹1,000. And fourth one, provide depreciation on sports equipment at 10% per annum. So you are required to prepare the income and expenditure account for the year ending 31st December 2011 and in the balance sheet as on that date. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരും ഈ ചോദ്യം ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതിന്റെ ചോദ്യം ചെയ്യുന്ന വളരെ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ നീറ്റായിട്ട് ചോദ്യം 2 or 3 ആവർത്തി വായിക്കണം. എക്സാം ഹാളിൽ ഞാൻ പറഞ്ഞു കോൾ ഓഫ് ടൈം കിട്ടുമ്പോൾ ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് വെറുതെ അങ്ങ് ചെയ്യാൻ തുടങ്ങരുത്. നന്നായി ഓരോ ഐറ്റം എടുക്കുമ്പോൾ നന്നായി മനസ്സിലാക്കി വേണം അത് എടുക്കേണ്ടത്. കാര്യം ഇനി അങ്ങോട്ട് ചെയ്യുന്ന ഓരോ കണക്കുകളും വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കേണ്ടത് കൂടിയാണ്. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2011. നമ്മൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എഴുതിയിട്ടുണ്ട്. ഓരോ ഐറ്റങ്ങൾ നോക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചോദ്യം വായിച്ചിട്ട് ഓരോ ഐറ്റവും വായിച്ച് അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ വല്ലതും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ് ചെയ്തു വരുന്നത് നല്ലത്. ഞാൻ ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡാണ് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോമിനൽ അക്കൗണ്ട് ആണ്, അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാണ്. എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു സൈഡ് ചെയ്തതിനു ശേഷം മാത്രം ഇൻകം സൈഡിലേക്ക് പോകാം, കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ ഓരോ ഐറ്റവും നമ്മൾ എടുക്കുകയാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എവിടെ കിടക്കുന്നതാണ്? പേയ്മെന്റ് സൈഡിൽ കിടക്കുന്നതാണ്. അപ്പൊ പേയ്മെന്റ് സൈഡിൽ നിന്ന് നമ്മൾ ഓരോ ഐറ്റം എടുക്കുന്നു. ആ ഓരോ ഐറ്റവുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ സാലറിയാണ് പേയ്മെന്റ് സൈഡിൽ കിടക്കുന്നത്. അപ്പൊ ഈ സാലറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കണം. അതായത് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നോക്കിയാൽ 31st December 2011 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 50 രൂപയുണ്ട്. അപ്പൊ നമ്മുടെ കോളത്തിൽ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം സാലറിയാണ്. അവിടെ 600 രൂപയാണ് ഉള്ളത്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ പറഞ്ഞു, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യേണ്ടതാണ്? ആഡ് ചെയ്യേണ്ടതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയാണ്. ഇത് കാണാത്തവർ ആദ്യത്തെ 3 വീഡിയോയും കണ്ടിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വരേണ്ടത്. എങ്കിൽ മാത്രമേ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗിന്റെ ക്ലോസിംഗിന് നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റമായിട്ട് എന്ത് എഴുതാം? സാലറി എഴുതാം. സാലറി എത്ര രൂപയാണ്? ഇന്നർ കോളത്തിൽ എഴുതണം. കാരണം അഡ്ജസ്റ്റ്മെന്റിൽ എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗിനെ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലെ? ക്ലോസിംഗിനെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് കൊടുത്തു. എത്ര രൂപയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്? 50 രൂപ. അപ്പൊ 600 പ്ലസ് 50 650 രൂപ നിങ്ങൾക്ക് ഇന്നറിലേക്ക് എഴുതാം. അപ്പോൾ നമ്മൾ സാലറി 600 രൂപയും അതിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ്, ഇതുപോലെ ഓരോ ഐറ്റം, ഈച്ച് ആൻഡ് എവറി ഐറ്റം നിങ്ങൾ കൺസിഡർ ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്ത് നോക്കണം? നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിനകത്ത് ആ ഐറ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കണം. അടുത്ത ഐറ്റം ജനറൽ എക്സ്പെൻസ് ആണ്, 80 രൂപ. അപ്പൊ ജനറൽ എക്സ്പെൻസിന് വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കിയേ, എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റിലൊന്നും എന്ത് പറയുന്നില്ല? ജനറൽ എക്സ്പെൻസിനെ പറ്റി പറയുന്നില്ല. അപ്പൊ ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് അടുത്തായിട്ട് എടുക്കാം. ജനറൽ എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ്. അപ്പോ ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നതിന് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 80 രൂപയാണ് അല്ലെ? എത്ര തന്നിരിക്കുന്നത്? 80 രൂപയാണ്. അടുത്തതായിട്ട് എന്താണ്? എന്റർടൈൻമെന്റ് പ്രോഗ്രാം എക്സ്പെൻസ് ആണ്. എന്താണ് അടുത്തത്? എന്റർടൈൻമെന്റ് പ്രോഗ്രാം എക്സ്പെൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം എക്സ്പെൻസ് എത്രയാണ്? 450 രൂപ. അപ്പൊ ഓരോ ഐറ്റം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. എക്സ്പെൻഡിച്ചർ എടുക്കാൻ നേരത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ, റെക്കറിംഗ് നേച്ചറിലുള്ള ആവർത്തിക്കുന്നവ, അവിടെ നമ്മൾ സാലറിയുടെ കാര്യം എടുത്തു, ജനറൽ എക്സ്പെൻസ് എടുത്തു. അതുപോലെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം എക്സ്പെൻസ് നമ്മൾ എത്ര എഴുതി? 450 എഴുതി. അടുത്തത് മുനിസിപ്പൽ ടാക്സ് ആണ്. അപ്പൊ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പോൾ ഐറ്റം എടുക്കുമ്പോൾ അവിടെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ സെന്റൻസ് വൃത്തിയായിട്ട് വായിച്ചു നോക്കാന്നുള്ളതാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്താണ് പറയുന്നത്? മുനിസിപ്പൽ ടാക്സ് എമൗണ്ട് ₹40 per annum ഹൗ ബീൻ പെയ്ഡ് അപ് ടു 31st March 2012 എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ് അർത്ഥം? 2012 മാർച്ച് 31 വരെയുള്ള ഒരു വർഷം 40 രൂപയാണ് മുനിസിപ്പൽ ടാക്സ് എന്ന് ഈ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പം മുനിസിപ്പൽ ടാക്സ് പെർ ആനം എന്ന് പറഞ്ഞാൽ ₹40 ആണ്. എന്നാൽ ഇത് എന്ന് വരെ അടച്ചിട്ടുണ്ട്? 31st March 2012 വരെ അടച്ചിട്ടുണ്ട്. ഇത് 2011 ആണ് കറന്റ് ഇയർ. അപ്പോ സക്സീഡിംഗ് ഇയർ 2012 കൂടി വരെ അടച്ചിട്ടുണ്ട്. 40 രൂപയാണ് പ്രതിവർഷം അടക്കേണ്ടത്. ഈ രണ്ട് കാര്യം വ്യക്തമാവണം. ഇനി ചോദ്യത്തിൽ നിങ്ങൾ നോക്കേണ്ടത് മുനിസിപ്പൽ ടാക്സ് എത്ര രൂപ അടച്ചതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കിയാൽ എത്ര രൂപയാണ്? 50 രൂപയാണ് കാണിക്കുന്നത്. അപ്പൊ 50 രൂപ എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അവർ പറഞ്ഞ ഈ 50 രൂപയെന്ന് പറയുമ്പോൾ എന്ന് വരെ അടച്ചാണ്? 2012 മാർച്ച് 31 വരെ അടച്ച എമൗണ്ട് ആണ് ഈ 50 രൂപ. എല്ലാ വർഷവും എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് പറയുന്നത്? ഒരു വർഷം 40 രൂപ വെച്ച് അടയ്ക്കണമെന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് എത്രയാണ് അധികമായിട്ട് അടച്ചിട്ടുണ്ടാകുക? 10 രൂപ അല്ലെ? അപ്പൊ 50 രൂപ മൊത്തം അടച്ചിട്ടുണ്ട്, 40 രൂപയാണ് എല്ലാ വർഷവും നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോ നമുക്ക് മനസ്സിലായി 2012 സക്സീഡിംഗ് ഇയറിലെ
ക്വാർട്ടറിലെ കൂടി എന്താണ് 10 രൂപ അധികമായി അടച്ചിട്ടുണ്ട്. ഇതിനെയാണ് നാം എന്ത് വിളിക്കുന്നത്? അൺഎക്സ്പയർഡ് എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ എന്ത് വിളിക്കാനെ പ്രീപെയ്ഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രീപെയ്ഡ്. പ്രീപെയ്ഡിനെ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിരിക്കുന്നത്? പ്രീപെയ്ഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളേ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ലെസ് ചെയ്യണം. എവിടെ കാണിക്കണം? അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ ഓരോ അഡ്ജസ്റ്റ്മെന്റുകളും നിങ്ങൾ പഴയതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓരോന്നും നോക്കണം. അപ്പൊ ഇവിടെ പ്രീപെയ്ഡ് 10 രൂപയാണ്. പലരും ഇത് തെറ്റിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ അഡ്ജസ്റ്റ്മെന്റ് തെറ്റിക്കുന്നത് ഇവിടെ വന്ന് നമ്മള് അതുപോലെ എന്തെഴുതി വെക്കുന്ന അറിയോ? ഈ 50 രൂപയിൽ 40 രൂപയും ലെസ് ചെയ്ത് 10 രൂപ എഴുതും. അവിടെ തെറ്റെന്താന്ന് ചോദിച്ചാൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് വൃത്തിയായി വായിച്ചു നോക്കി മനസ്സിലാക്കാത്തത് തന്നെയാണ്. അപ്പൊ നമുക്ക് മുനിസിപ്പൽ ടാക്സിലേക്ക് പോകാം. മുനിസിപ്പൽ ടാക്സ് ആണ് അടുത്ത ഐറ്റം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മുനിസിപ്പൽ ടാക്സ് 50 രൂപയാണ് അടച്ചത്. അപ്പൊ നമുക്ക് പറഞ്ഞു പ്രീപെയ്ഡ് ലെസ് ചെയ്യാം. പ്രീപെയ്ഡ് എന്ന് പറയുന്നത് 10 രൂപയാണ്. കുറച്ച് ഈ വർഷത്തെ എത്രമാത്രം കാണിച്ചാൽ മതി? 40 രൂപ കാണിച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ പ്രീപെയ്ഡ് എത്ര രൂപയാണ്? 10 രൂപയാണ്. അഡ്ജസ്റ്റ്മെന്റ് വൃത്തിയായി വായിക്കണം, കാര്യത്തെ വ്യക്തമായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. അടുത്തത് ന്യൂസ് പേപ്പർ ആണ് ഐറ്റം. ന്യൂസ് പേപ്പർ 150 രൂപ. തൊട്ടടുത്ത ഐറ്റം, അടുത്ത ഐറ്റം എന്താണ്? ചാരിറ്റി. അതുമായി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിലുണ്ടോ? ഇല്ല. ചാരിറ്റി എഴുതാം നമുക്ക്. ചാരിറ്റി 350 രൂപ. അപ്പൊ അടുത്ത ഐറ്റം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ബ്രാക്കറ്റിൽ എന്ത് കിടപ്പുണ്ട്? ഗവൺമെന്റ് ബോണ്ട് എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് 2000 രൂപ. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുവോ? ഇല്ല. അപ്പൊ അത് എവിടെ എടുക്കുന്ന ഐറ്റം ആണ്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് ഏതെടുക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? സാലറി പറഞ്ഞു അല്ലെ, അതിനോട് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തു, ജനറൽ എക്സ്പെൻസ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസ്, മുനിസിപ്പൽ ടാക്സ്, അതിൽ പ്രീപെയ്ഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ന്യൂസ് പേപ്പർ, ചാരിറ്റി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഐറ്റം എന്താ കിടക്കുന്നത്? ഇലക്ട്രിസിറ്റി ചാർജസ് ആണ് അല്ലെ, 140 രൂപ. അപ്പൊ അത് എഴുതാവല്ലേ? ഇലക്ട്രിസിറ്റി ചാർജസ് എഴുതാം നമുക്ക്. ഇലക്ട്രിസിറ്റി, നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി എഴുതുന്നില്ല, വളരെ ചെറുതായിട്ട് എഴുതുന്നത്. ഇലക്ട്രിസിറ്റി ചാർജസ് അല്ലെ. ഇലക്ട്രിസിറ്റി ചാർജസ് എത്ര രൂപയാണ്? 140 രൂപ. അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജസ് 140 രൂപ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു? ഏത് സൈഡാണ് ഇപ്പൊ കഴിഞ്ഞത്? പേയ്മെന്റ് സൈഡ്. അപ്പൊ ഒരു സൈഡ് ചെയ്ത് തീർന്നു വരുന്നതാണ് നല്ലത്. അല്ല അപ്പുറം ചെയ്യുന്നതിനേക്കാൾ ഒരു സൈഡ് ക്ലിയർ ചെയ്ത് വരുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് നീറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പേയ്മെന്റ് സൈഡിലാണ് തുടങ്ങിയത്. പേയ്മെന്റ് സൈഡിൽ ഓരോ ഐറ്റവും എടുത്തപ്പോ അതുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നോക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ചെയ്തു വരാവുള്ളൂ. കാരണം നമ്മൾ എഴുതി കഴിഞ്ഞ് ഔട്ടറിലേക്ക് എമൗണ്ട് എഴുതി കഴിഞ്ഞായിരിക്കും പലപ്പോഴും നമ്മൾ അറിയുന്നത് എന്താണ് അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എന്ത് പറ്റും? വീണ്ടും നമ്മൾ വെട്ടിത്തിരുത്തി വീണ്ടും ഇവിടെ മാറ്റം വരുത്തി, ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യാനുണ്ടായിരിക്കും, പ്രീപെയ്ഡ് ലെസ് ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പണിംഗ് ആഡ് ചെയ്യാനുണ്ടായിരിക്കും. ഇങ്ങനെ പലതും പിന്നീടായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി ഐറ്റം നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ, ഫർദർ ഇൻഫർമേഷൻസ് വല്ല ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്തായാലും നമ്മൾ ആ ഒരു സൈഡ് ക്ലിയർ ചെയ്തു പേയ്മെന്റിൽ. ഇനി ഒരു ഐറ്റം കിടക്കുന്നത് ക്ലോസിംഗ് ആണ്. നമുക്കറിയാം ക്ലോസിംഗും ഓപ്പണിംഗും ക്ലോസിംഗും ഒന്നും എവിടെ എഴുതത്തില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. ഇത് ആദ്യമേ നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അത് എടുക്കരുത്. ചിലവരൊക്കെ അങ്ങനെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. ഇനി നമുക്ക് ഇൻകം സൈഡിലേക്കാണ് പോകേണ്ടത്. ഇൻകം സൈഡിലേക്ക് പോകുമ്പോഴും ഇവിടെ ആദ്യം എന്താ നടക്കുന്നത്? റെസിപ്റ്റ് സൈഡിലാണ് അല്ലെ. നമുക്ക് റെസിപ്റ്റ് സൈഡാണെന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത്. ഓർക്കുക, റവന്യൂ ആയ റെസിപ്റ്റ്സുകളെ മാത്രമേ എടുക്കാവുള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റ്സുകൾ എടുക്കാൻ പാടില്ല എന്ന് ഓർക്കണം. നമുക്കിപ്പോ ഒരു ഐറ്റം മാത്രമേ ഇവിടെ എടുക്കാതിരുന്നുള്ളൂ. അതേതായിരുന്നു? നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിരുന്നു അല്ലെ. ഇൻഡു മാർക്ക് ഇട്ടു നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ റെസിപ്റ്റ്സിലേക്ക് പോകുമ്പോൾ റെസിപ്റ്റ്സിനകത്ത് ആദ്യം എന്താ നടക്കുന്നത്? ഓപ്പണിംഗ് ആണ്. എടുക്കുവോ? ഇല്ല. നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ, ഓപ്പണിംഗും ക്ലോസിംഗും എടുക്കത്തില്ല. അങ്ങനെയാണ് അടുത്ത് കിടക്കുന്നത് എന്താ? സബ്സ്ക്രിപ്ഷൻ. അയ്യോ, അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ നേരിട്ട് എമൗണ്ട് അല്ല, അതിനകത്ത് 3 വർഷങ്ങളും അതിന്റെ എമൗണ്ട് കൊടുത്തിരിക്കുന്നു. ഇതിനെ സബ്സ്ക്രിപ്ഷനെ സ്പ്ലിറ്റ് ചെയ്തു തരിക എന്ന് പറയും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നല്ല വൃത്തിയായിട്ട് നോക്കിയിരുന്നോണം, കാര്യഗൗരവമായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഭാഗമാണ്. നമുക്ക് 3 വർഷത്തെ തുക തന്നിരിക്കുകയാണ്. 2010, 2011, 2012. അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്ത് അറിയേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏതു മാത്രം എഴുതത്തുള്ളൂ, അല്ലെ എങ്ങനെയുള്ളത് മാത്രം, എങ്ങനെയുള്ള റവന്യൂ ഐറ്റങ്ങൾ മാത്രമേ എഴുതത്തുള്ളൂ?
കറന്റ് ഇയറിലെ റവന്യൂ ഐറ്റം മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കറന്റ് ഇയറിലെ റവന്യൂ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വരിസംഖ്യയാണ്. ആ ആനുവൽ സബ്സ്ക്രിപ്ഷൻ തന്നിരിക്കുന്ന 2010 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ, കാരണം നമ്മുടെ കറന്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2011 ആണ്. അപ്പൊ 2011 കറന്റ് ഇയർ ആണ്. 2012 എന്ന് പറയുന്നത് എന്താണ്? സക്സീഡിംഗ് ഇയർ, വരാൻ പോകുന്ന വർഷമാണ്. ഇത് രണ്ടും എഴുതാൻ പാടില്ല. അങ്ങനെയെങ്കിൽ 2011 എത്ര അടപ്പുണ്ട്? 2050 രൂപയുണ്ട്. ഈ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താ നടക്കുന്നത്? ഈ ക്ലബിന് 500 മെമ്പേഴ്സ് ഉണ്ട്, 500 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 500 മെമ്പേഴ്സ് ഉള്ള ഇവിടെ എന്താണ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ഓരോരുത്തരും എത്ര രൂപ വെച്ച്? 5 രൂപ വെച്ചാണ് നൽകേണ്ടത്. അപ്പൊ എന്താ പറയുന്നത്? ആനുവൽ സബ്സ്ക്രിപ്ഷൻ എത്ര രൂപ വെച്ചാണ്? 5 രൂപ വെച്ച് ഒരാൾ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ആണ്? 500 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 500 മെമ്പേഴ്സ് ഒരാൾ 5 രൂപ വെച്ചാണെങ്കിൽ 500 into 5 into 5 25 എത്ര വരും? 2500 രൂപ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 2500 രൂപയാണ് ഈ കറന്റ് ഇയറിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടേണ്ടത്. എന്നാൽ നമ്മുടെ ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്ന 2011 വെറും 2000 എത്രയേ ഉള്ളൂ? 50 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് എടുക്കാമല്ലോ. 2500 കിട്ടാനുണ്ട്, പക്ഷെ 2050 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര ഇനിയും കിട്ടിയിട്ടില്ല? 450. നമ്മൾ പറയും ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അതിന് നമ്മളൊരു പേര് വിളിക്കുക. എന്തായിരുന്നു? അതെ, അക്രൂഡ്. അല്ലെ, അക്രൂഡ് ഇൻകം എന്നാണ് അതിനെ വിളിക്കുന്നത്. അക്രൂഡ് ഇൻകത്തെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ചേക്കുന്നത്? ക്ലോസിങ്ങിനെ ആഡ് ചെയ്യണം, ഓപ്പണിങ്ങിനെ ലെസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എത്ര രൂപയാണ്? 450. എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാൻ ശ്രദ്ധിക്കുക. 500 മെമ്പേഴ്സ് ഉണ്ട്, ഒരാൾ 5 രൂപ വെച്ച് 500 into 5 എത്രയാണ്? 2500 ആണ് വരേണ്ടത്. പക്ഷെ 11ൽ എത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ? 2050 രൂപ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഡിഫറൻസ് നോക്കിയപ്പോൾ 450 രൂപ നമുക്ക് കിട്ടാനുണ്ട്. അതിനെയാണ് അക്രൂഡ് ഇൻകം ആണത്, അതിന് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതിനെ ആഡ് ചെയ്യേണ്ടതാണ്. സോ ആദ്യ ഐറ്റമായി നമുക്ക് സബ്സ്ക്രിപ്ഷൻ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, ബൈ ഇൻ ടു നമ്മളിപ്പോ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ എഴുതുന്നില്ല, പലപ്പോഴും നിർബന്ധമില്ല എന്ന് തന്നെ പറയാം. എങ്കിൽ നമ്മൾ അത് എഴുതി ക്ലിയർ ചെയ്ത് തന്നെ പോകുന്നു. ബൈ സബ്സ്ക്രിപ്ഷൻ നമ്മള് എത്രയാണ്? 2050 രൂപ. അല്ലെ, 2050 രൂപ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2011. അങ്ങനെയാണെങ്കിൽ എത്ര വരണമായിരുന്നു എന്ന് നോക്കുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ്. അല്ലെ, ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കണ്ടെത്തി. കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 450 രൂപയാണ്. എങ്ങനെയാണ് 450 കിട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 500 മെമ്പേഴ്സ് ഉണ്ട്, ഒരാൾ 5 രൂപ വെച്ച് 5 into 5 25. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വരണം? 2500 രൂപയാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായി 2500 വരണം, 2050 കിട്ടിയുള്ളൂ. ദ ഡിഫറൻസ് നോക്കുമ്പോൾ എത്ര കിട്ടി? 450 എന്ന് കിട്ടുന്നു. അതാണ് കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഇത് വളരെ ക്ലാരിറ്റി വേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും സ്പ്ലിറ്റിംഗ് വരാൻ ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. ചിലവർ ആ മൊത്തം കിട്ടിയ എമൗണ്ടിനെ കൊണ്ട് എഴുതി വെക്കും, ചിലവർ ആ എമൗണ്ടിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യും. ഇതൊന്നും ഇവിടെ വേണ്ട. കറന്റ് ഇയറിലെ എമൗണ്ട് മാത്രമാണ് എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റിലെ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ കാണിച്ചു. അപ്പൊ റെസിപ്റ്റ് സൈഡിലേക്ക് വരാമെങ്കിൽ ഇനി അടുത്ത ഐറ്റങ്ങൾ എന്തൊക്കെ കാണുന്നത്? ഇനി 3 കാര്യങ്ങൾ അല്ലേ, അത് ഞാൻ അവിടെ എഴുതി കഴിഞ്ഞു. പ്രൊസീഡ്സ് ഓഫ് ദ എന്റർടൈൻമെന്റ് പ്രോഗ്രാം. സമയം കളയുന്നില്ല, വേഗം അത് ക്ലിയർ ചെയ്യാണ്. അതിന് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറയുന്നില്ല. പ്രൊസീഡ്സ് ഓഫ് ദ എന്റർടൈൻമെന്റുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ നിന്ന് നമുക്കൊരു ഇൻകം ലഭിച്ചിട്ടുണ്ട്. 950 രൂപ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അത് റെക്കറിംഗ് നേച്ചറിൽ സംഭവിക്കുന്നതാണ്. ഡൊണേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണണം. അത് ആ വീഡിയോ കാണാത്തവർ, ആ ക്ലാസ് കേൾക്കാത്തവരെല്ലാം അത് കേൾക്കണം. ഡൊണേഷൻ 2 രീതിയിൽ നമ്മൾ പറഞ്ഞു, ജനറലും സ്പെഷ്യലും ഉണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് വളരെ ചെറിയ എമൗണ്ട് ആണ്. അതേപോലെ തന്നെ ഒരു ജനറലായ പർപ്പസിന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ലെങ്കിൽ ഡൊണേഷൻ എന്ന് പറയുന്നത് ഇവിടെ 540 രൂപയാണ്. നമുക്കതിനെ ഇൻകമായി കൺസിഡർ ചെയ്യാം. അതുപോലെ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, മാഗസീൻ അങ്ങനെയുണ്ട്. അതുപോലെ പീരിയോഡിക്കൽസ് ഒക്കെ ഉണ്ട്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 45 രൂപയേ ഉള്ളൂ, അതിനെ നമുക്ക് കാണിക്കാം. അപ്പൊ 3 കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പ്രൊസീഡ്സ് ഓഫ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം, ഡൊണേഷൻ, സെയിൽസ് ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. അപ്പൊ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റം കഴിഞ്ഞു. ഇനി നിങ്ങൾക്കറിയാം അവിടെ ഒന്നുമില്ല അല്ലെ, എല്ലാ ഐറ്റങ്ങളും നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡും ഇൻകം സൈഡും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിലെ മുഴുവൻ കാര്യങ്ങളും അവിടെ നമ്മൾ എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ, ആദ്യം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ മുഴുവൻ ഐറ്റങ്ങളെയും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ
ഇനി നിങ്ങൾ ഉറപ്പായി നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷനകത്ത് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നോക്കണം. പ്രത്യേകിച്ച് ഡിപ്രീസിയേഷൻ എന്നൊരു ഐറ്റം കാണും. നമുക്ക് അവിടെ ഡിപ്രീസിയേഷൻ ഏറ്റവും അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയി പറയുന്നു, പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ 10% സ്പോർട്സ് എക്യുപ്മെന്റിന് വേണ്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്പോർട്സ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ 2011 ഡിസംബർ 31 ഡിസംബർ 2011 സ്പോർട്സ് എക്യുപ്മെന്റിന്റെ കണക്ക് നിങ്ങൾക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എവിടെയും സ്പോർട്സ് എക്യുപ്മെന്റ് ഇല്ല. പക്ഷെ ആ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് 2011 ഡിസംബറിൽ കുറെ അസറ്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ അസറ്റിൽ സ്പോർട്സ് എക്യുപ്മെന്റ് ഉണ്ട്. എത്ര രൂപയാണ്? അതെ, 2500 രൂപ അല്ലെ. അപ്പൊ 2500 രൂപയ്ക്ക് എത്ര ശതമാനം ഡിപ്രീസിയേഷൻ പെർ ആനം? 10%. അപ്പൊ 2500 രൂപയുടെ 10% ഡിപ്രീസിയേഷൻ കൂടെ നിങ്ങൾ എവിടെ കാണിക്കണം? എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. അപ്പൊ 10% കാണാൻ വേണ്ടി പോകുന്ന ഡിപ്രീസിയേഷൻ നമുക്ക് എടുക്കാം. ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെന്റ്. ഞാൻ വളരെ ചെറുതായിട്ട് എഴുതുകയാണ്. നമുക്ക് താഴോട്ട് നിങ്ങൾ കാണുന്നതിന് വേണ്ടി ഇത് കൂട്ടിയെടുക്കുകയാണ്. തുകകളെല്ലാം വരാൻ വേണ്ടിയാണ് ചെറുതായിട്ട് എഴുതുന്നത്. ഡിപ്രീസിയേഷൻ സ്പോർട്സ് എക്യുപ്മെന്റ് എത്ര രൂപയുടെയാണ്? 2500 രൂപയാണ് നമുക്ക് എമൗണ്ട് ഉള്ളത്. അതിന്റെ എത്ര ശതമാനം? 10%. അപ്പോ 2500ന്റെ 10%, 2500ന്റെ 10% നമുക്കൊന്ന് തട്ടിക്കളയാം. അപ്പൊ എത്ര വരും? നമുക്ക് പറഞ്ഞു 250 രൂപ വരും. അപ്പൊ നമ്മൾ എല്ലാ ഐറ്റവും ക്ലിയർ ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ നമ്മൾ പേയ്മെന്റ് സൈഡിൽ നിന്ന് എക്സ്പെൻഡിച്ചറുകളെല്ലാം ക്ലിയർ ചെയ്തു, അഡ്ജസ്റ്റ്മെന്റ് നോക്കി. അതിനുശേഷം റെസിപ്റ്റ് സൈഡിൽ നിന്ന് ഇൻകങ്ങളെ, റവന്യൂ റെസിപ്റ്റ്സുകളെല്ലാം എഴുതി, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിൽ മുഴുവൻ ഐറ്റങ്ങളും എടുത്തതിന് ശേഷം അഡ്ജസ്റ്റ്മെന്റ് ലെവൽ കൊണ്ട് നോക്കി, അവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമുക്കിത് ബാലൻസ് ചെയ്താൽ മാത്രം മതി. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നതായിരുന്നു, അതെ, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പൊ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. എന്ത് കൂടുതൽ? വരുമാനം, ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവുമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡെബിറ്റിൽ എന്ത് കിട്ടുന്നു? സർപ്ലസ് എന്ന് കിട്ടുന്നു. എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ആണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലവ് വളരെ കൂടുതൽ, ഈ ഡെബിറ്റ് സൈഡ് വളരെ കൂടുതലാണ്, ക്രെഡിറ്റ് സൈഡിലെ ഇൻകം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ഡെഫിസിറ്റ് എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും. ഇല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം കാൽക്കുലേറ്റർ എടുക്കുക, രണ്ട് സൈഡിലെ എമൗണ്ടുകൾ നിങ്ങൾ കൂട്ടി നോക്കുക, സൈഡിലേക്ക് എഴുതി വെക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം എക്സാം ഹാളിലൊക്കെ ചെല്ലുമ്പോൾ തെറ്റുകൾ, മിസ്റ്റേക്കുകൾ നിങ്ങളിങ്ങനെ നോക്കി കൂട്ടിയെടുക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കും. നമുക്കത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു ക്ലാസ് മുറിയിലിരുന്ന് ഒരു ലാഘവത്തിൽ നിന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന രീതിയിൽ എക്സാം ഹാളിൽ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരമുള്ള സാഹസത്തിന് മുതിരണ്ട. എത്ര നിങ്ങൾക്ക് മനക്കണക്കിൽ ചെയ്യാൻ കഴിയുമെങ്കിലും കുറച്ചും കൂടി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിവൈസിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി അതല്ല, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പൊ ചില പ്രത്യേകിച്ച് CBSE പോലെടുത്തൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കഴിയും. അവരത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നന്നായി അവർക്ക് വളരെ വേഗത്തിൽ കൂട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ സൈഡിലോട്ട് നിങ്ങൾക്ക് പേപ്പറിന്റെ സൈഡിലോട്ട് കൂട്ടിയെടുക്കാം. എന്താണ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എപ്പോഴും ആലോചിക്കുക, ഒരു 0 അല്ലെങ്കിൽ ഒരു സംഖ്യ നിങ്ങൾ അങ്ങോട്ടും മാറിയാൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഫിഗറിൽ വ്യത്യാസം വരും. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റ് സൈഡും കൂട്ടി നോക്കാം. കൂട്ടിയ ശേഷം നിങ്ങൾ സൈഡിലേക്ക് പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. നമ്മൾ പെട്ടെന്ന് കൂട്ടുകയാണ്. നമ്മുടെ ഡെബിറ്റ് സൈഡിലേക്ക് നോക്കുന്നു. ക്രെഡിറ്റ് സൈഡിലേക്ക് വരെ നോക്കുമ്പോൾ ഏറ്റവും വലിയ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് അല്ലെ. 2500, 950, 540, 45 കൂടെ വരുമ്പോൾ ഏകദേശം 4035 എന്ന് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 4035 എന്ന് കിട്ടും. 4035 4035 ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫിഗർ. 4035 എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അതിനെ കൂട്ടിയെടുക്കുക. നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, ഇൻകം ആണ് കൂടുതൽ. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ നമ്മുടെ ഡിഫറൻസ് ഇവിടെ വരുന്നു. ഇവിടെ 650, 80 ഏകദേശം 730, 450, 40, 150 കിട്ടുന്ന ഫിഗർ നമുക്ക് 40, 35 എന്ന് കുറയ്ക്കാം. 40, 35 കുറച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം 1925 ആണ് കിട്ടുന്നത്. കൃത്യമായി നിങ്ങൾ കാൽക്കുലേറ്ററിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എടുക്കണം. വീണ്ടും പറയുകയാണ്, വളരെ ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമുക്ക് വലിയ രീതിയിൽ തെറ്റുകൾ സംഭവിക്കാനൊക്കെ ഇടയുള്ളടമാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. കൃത്യമായി കൂട്ടിയെടുത്തു. ഇവിടെ ഇൻകം ആയിരുന്നു കൂടുതൽ, 4035 നിന്ന് എക്സ്പെൻഡിച്ചർ സൈഡ് കുറവായിരുന്നത് കുറച്ചു കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന സർപ്ലസ് കിട്ടിയിരിക്കുന്നു 1925. അപ്പൊ നമുക്ക് സർപ്ലസ് എന്ന് എഴുതാം. ഈ സർപ്ലസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്.
അപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലേക്ക് പോവാണ്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2010 നമ്മുടെ ഓപ്പണിംഗ് ആണ്. ലൈബിലിറ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അസറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എഴുതി. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ നമുക്ക് ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് ആണ്. നമുക്കറിയാം ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ടു ബാങ്ക് കാണും. നമുക്കുണ്ടായിരുന്നു ബാലൻസ് ബ്രോ ഡൗൺ ഉണ്ടല്ലേ. അപ്പൊ ആ ബാലൻസ് ബ്രോ ഡൗൺ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് എന്നും, ക്ലോസിംഗ് ആണെങ്കിൽ അതെവിടെയാണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് പ്രത്യേകിച്ച് വരുവാണെങ്കിൽ അങ്ങനെ എഴുതണം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് മാത്രം വരുന്നെങ്കിൽ ക്യാഷ് എന്ന് എഴുതിയാൽ മതി. തിരിച്ച് ബാലൻസ് ബ്രോ ഡൗൺ അത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് വരുവാണെങ്കിൽ രണ്ട് ഐറ്റം ആയിട്ട് തന്നെ കാണിക്കണം. നമുക്കിവിടെ ബാലൻസ് ബ്രോ ഡൗൺ എന്നാണ് ആദ്യത്തെ ഐറ്റം അല്ലെ. റെസിപ്റ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം വരുന്ന ബാലൻസ് ബ്രോ ഡൗൺ. അപ്പൊ എന്താണത്? ക്യാഷ് ആണത്. അസറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം ക്യാഷ് എന്നാണ് നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യത്തെ ഐറ്റം കിട്ടി. എത്രയാണ്? 1025 അല്ലെ. 1025 ക്യാഷ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് നമ്മള് പിന്നീട് റെസിപ്റ്റ് സൈഡിൽ കണ്ട ഒരു ഐറ്റം നമുക്ക് ഓരോ സൈഡ് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ റെസിപ്റ്റ് സൈഡിൽ കണ്ട ഒരു ഐറ്റം എന്താണ്? സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. അവിടെ സബ്സ്ക്രിപ്ഷൻ സ്പ്ലിറ്റിങ്ങിനകത്ത് 2010, 11, 12 ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ 11 നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തു. 2010 സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അഡ്ജസ്റ്റ്മെന്റ് നോക്കണം. നമ്മുടെ ഈ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടും അവിടെയും ഔട്ട്സ്റ്റാൻഡിങ്, ഓപ്പണിംഗിലും ഔട്ട്സ്റ്റാൻഡിങ്ങുകളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അത് വൃത്തിയായി അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. അപ്പൊ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് എത്ര? 2010 40 രൂപയാണ് തന്നത്. ആ 40 രൂപയാണ് നമ്മൾ ഇനി 2010 ഓപ്പണിംഗിലെ സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം അസറ്റ് ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ 2010 എമൗണ്ട് എന്ന് പറയുന്നത് 40 രൂപയാണ്. അത് ക്ലിയർ ചെയ്ത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എത്ര എഴുതി? 40 രൂപ. 2010 ഓപ്പണിംഗിൽ നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പൊ സബ്സ്ക്രിപ്ഷന് ശേഷം നമുക്കറിയാം ഇനി നിങ്ങൾ നോക്കേണ്ടത് അവിടെ ഈ പറഞ്ഞ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും. അപ്പൊ രണ്ട് കാര്യങ്ങൾ എടുത്തത് ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മള് ക്യാഷ് ഓപ്പണിംഗിലെ ക്യാഷ് എഴുതി. 2 സബ്സ്ക്രിപ്ഷന്റെ ഓപ്പണിംഗിലെ എമൗണ്ട് നോക്കി. ഞാൻ വീണ്ടും പറഞ്ഞു അവിടെ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് വല്ല ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനെ വല്ലതും നോക്കണം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന 2010 സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ് അതല്ലേ. ഇപ്പൊ ഈ വർഷം കിട്ടിയതാണ്. അപ്പൊ അത് ഓപ്പണിംഗിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ വല്ലതും ഉണ്ടോ നമ്മൾ എന്തെങ്കിലും നോക്കിയേക്കണം. ദെൻ നമ്മൾ അവിടെ 2010മായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നോക്കുമ്പോൾ മറ്റൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലാണ്. അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാം അവിടെ നമ്മൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സ്പോർട്സ് എക്യുപ്മെന്റ് ഭാഗത്ത് പറഞ്ഞാണ്. പ്രധാനമായും അവിടെ 3 കാര്യങ്ങൾ അല്ലെ. സ്പോർട്സ് എക്യുപ്മെന്റ്, ഫർണിച്ചർ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. 2010 എമൗണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് 3ഉം അസറ്റ്സിലേക്ക് എഴുതാം. സ്പോർട്സ് എക്യുപ്മെന്റ് 2500, ഫർണിച്ചർ 1500, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് 1000. വേറെ 2010മായി ബന്ധപ്പെട്ട് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് വേറെ ലൈബിലിറ്റികളൊന്നും തന്നെ ഇല്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അവിടെ കൂട്ടിയെടുക്കാം. 1025, 40, 2500, 1500, 1000 എത്രയായി? 2500, 5000, 6065 അല്ലെ. 6065 6065 കിട്ടി. 6065. ഇവിടെ ഒന്നും ഇല്ല, എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടാലിയാക്കി എഴുതാം. നമുക്ക് അങ്ങനെയെങ്കിൽ ഇവിടെ ഫിഗറുകളൊന്നും ഇല്ല, ലൈബിലിറ്റി സൈഡ് ഒന്നും ഇല്ല. ബാലൻസ് ആയി തന്നെ കിട്ടിയ തുക ക്യാപിറ്റൽ ഫണ്ട് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നു. ഓർക്കണം, അത് ബാലൻസിങ് ഫിഗർ ആയി വന്നിരിക്കുന്നതാണ്. ഈ സെയിം തുക മുകളിലേക്ക് എഴുതുക. 6065. അപ്പൊ നാം നേരത്തെ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതാണ്. എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റി ആണ്. ഇവിടെ അസറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ലൈബിലിറ്റി ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആ കിട്ടിയിരിക്കുന്ന തുകയെ നമുക്ക് 6025 നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കാം. അതോടുകൂടി നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടെത്തി?
ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തി. അപ്പൊ ശ്രദ്ധിക്കുക, 8 മാർക്കിന്റെ ഈ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ഭാഗമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. എന്നാൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ വർക്കിംഗ് നോട്ടിലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ്, ഓപ്പണിംഗിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ചെയ്ത് ഓപ്പണിംഗ് അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള നിങ്ങൾ അവിടെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അവിടെ ക്യാപിറ്റൽ ഫണ്ട് ലഭിക്കും. ഈ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം വേണം നിങ്ങൾ ഇനി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഒക്കെ ഇനിയും ആഡും ലിസ്റ്റും ഒക്കെ ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. ക്യാപിറ്റലൈസ് ചെയ്യപ്പെട്ട ഐറ്റങ്ങളെല്ലാം നമ്മൾ ഈ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്താണെന്നൊക്കെ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമാക്കിയതാണ്. അപ്പൊ ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയിരിക്കുന്നു 6065. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. നിങ്ങൾക്കറിയാം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നതോടുകൂടി നമ്മുടെ 8 മാർക്കിന്റെ ഈ ചോദ്യം ഇവിടെ അവസാനിക്കുക കൂടിയാണ്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം നമുക്ക്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ പോവുകയാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2011 പോകുന്നു. അസറ്റ് ലയബിലിറ്റി നമ്മളെ ക്ലിയർ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നെയാണ് തുടങ്ങുന്നത്. അവിടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയി കിടക്കുന്ന ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ എമൗണ്ട് കിടപ്പുണ്ട്. അവിടെ ഒന്നുകിൽ അത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ടു ബാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ ബാലൻസ് ബ്രോ ഡൗൺ ഓർ ക്യാരി ഡൗണിന്റെ കാര്യം പറയായിരുന്നു. അവിടെ ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബ്രോ ഡൗൺ ആണ് ക്യാഷ് എന്ന് തന്നെ എടുക്കണം. കാരണം അത് നിങ്ങൾക്ക് അറിയാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് തന്നെയാണ്. സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എത്ര നോക്കാം. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 890. അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റം എഴുതാം. ക്യാഷ് 890 രൂപ നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രിപ്ഷനിലേക്ക് തന്നെ പോവുകയാണ്. സബ്സ്ക്രിപ്ഷനകത്ത് നമുക്കറിയാം, കറന്റ് ഇയറിൽ നമ്മൾ 2010 ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ബാലൻസ് ഷീറ്റ് കാണിച്ചു. എങ്കിൽ ഈ കറന്റ് ഇയറിൽ 2011 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ നമ്മൾ പറഞ്ഞു 450 രൂപയാണ്. ഒരിക്കൽ കൂടി എങ്ങനെയാണ് 450 വന്നത്? 500 മെമ്പർ ഉണ്ടെടുത്ത് 5 രൂപ ഒരാൾ വെച്ച് നമ്മൾ നോക്കുക. 500 മെമ്പർ ഉണ്ട്, ഒരാൾ 5 രൂപ വെച്ച്. അപ്പോ 500 ഗുണം 5 2500. 2011 ലഭിക്കേണ്ടിയിരുന്നിടത്ത് നമുക്ക് 2010 250 രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിനർത്ഥം 450 രൂപ 2011 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ അടുത്ത ഐറ്റമായി നമുക്ക് എന്ത് കാണിക്കാം? ഔട്ട്സ്റ്റാൻഡിംഗിനെ കൊണ്ടുവരാം. 2011 ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് വർഷം 2011 ആണ്. 450 രൂപ നമുക്ക് എഴുതാം. അടുത്തതായിട്ട് നമുക്കിനി ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് വരാം. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ചെയ്ത കാര്യം എന്താ? അവിടെ ഔട്ട്സ്റ്റാൻഡിംഗിൽ അല്ലെ, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ കറന്റ് ഇയറിൽ സംഭവിച്ച എല്ലാ അഡ്ജസ്റ്റ്മെന്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അടുത്തായിട്ട് എന്തായിരുന്നു? നമ്മൾ മുനിസിപ്പൽ ടാക്സിനകത്ത് ഒരു പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രീപെയ്ഡ് എത്രയായിരുന്നു? 10 രൂപയായിരുന്നു. നിങ്ങൾക്ക് അറിയാം, പ്രീപെയ്ഡ് അൺഎക്സ്പയർഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ ക്ലോസിംഗ് ബാലൻസിലേക്ക് 2011 പ്രീപെയ്ഡ് വന്നിരിക്കുന്നു. മെക്സ് ആണ് അടുത്തായിട്ട് എഴുതുന്നത്. പ്രീപെയ്ഡ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് എത്ര രൂപയുള്ളൂ? 10 രൂപയാണ് പ്രീപെയ്ഡ് മുനിസിപ്പൽ ടാക്സ്. ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇനി നമ്മൾ നോക്കിക്കേ. അപ്പൊ എന്തെല്ലാം കാര്യം എടുത്തു? ഈ ആസറ്റ് സ്റ്റഡി വരുന്ന പറഞ്ഞു. ക്യാഷ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എടുത്തു. ബാലൻസ് ക്യാരി ഡൗൺ ആയ 890. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ആസറ്റ് സ്റ്റഡി വരുന്നതാണ്. പ്രീപെയ്ഡ് മുനിസിപ്പൽ ടാക്സ് പറഞ്ഞു. ഇനി ആ സൈഡിൽ ഇനി അവിടെ നമുക്ക് ഇനി ആസറ്റ് സൈഡിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഐറ്റം ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻവെസ്റ്റ്മെന്റ് ക്ലോസിംഗ് ബാലൻസിന്റെ ആസറ്റ് സൈഡിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് അടുത്ത് എഴുതുന്നത്. അത് ഗവൺമെന്റ് ബോണ്ട് ആണ്. അപ്പൊ അത് അതുപോലെ അങ്ങ് എഴുതാം. ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, എത്രയായിരുന്നു എമൗണ്ട്? ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഗവൺമെന്റ് ബോണ്ട് ബ്രാക്കറ്റിൽ കാണിക്കുക അല്ലെ. ഗവൺമെന്റ് ബോണ്ട് 2000 രൂപ. അപ്പൊ 2000 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് അതിനെയും ഇതിനകത്തേക്ക് എഴുതാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇനി എഴുതാൻ വേണ്ടി ഏകദേശം അഡ്ജസ്റ്റ്മെന്റിൽ ആസറ്റ് സ്റ്റഡി വരുന്ന അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിനകത്ത് അഡീഷണൽ ഇൻഫർമേഷനകത്ത് അസറ്റുകൾ കിടപ്പുണ്ട്. ആ അസറ്റുകൾ ഓപ്പണിംഗിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഓപ്പണിംഗിൽ കിടക്കുന്ന അസറ്റുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കി നിങ്ങൾ എവിടേക്ക് വരണം? ക്ലോസിംഗിലേക്ക് വരണം. ഓർക്കണം, ഒരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഓപ്പണിംഗിൽ. ആ ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റിൽ നിന്ന് ഒന്നുകിൽ എന്തെങ്കിലും വിൽപ്പനയോ അല്ലെങ്കിൽ വാങ്ങുകയോ പർച്ചേസോ സെയിലോ ഉണ്ടാകാം. അതേപോലെ അതിനെന്തുണ്ടാകാം? ഡിപ്രീസിയേഷൻ സംഭവിക്കാം. ഇതെന്തുണ്ടായാലും അത്
അത് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആണെങ്കിൽ ആഡ് ചെയ്തു, സെയിൽ ആണെങ്കിൽ ലെസ് ചെയ്ത്, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എവിടേക്ക് എഴുതാൻ വേണ്ടി, ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അതിന്റെ ഇപ്പോഴത്തെ വിലയിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ നമുക്ക് എല്ലാ അസറ്റുകളും ഇനി എഴുതാൻ പോവുകയാണ്. അവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന് മാത്രമാണ് 10% ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നത്, അത് കുറയ്ക്കും, ബാക്കിയെല്ലാം നമ്മളിപ്പോ എഴുതാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമ്മൾ അസറ്റുകളുടെ രണ്ട് കാര്യം എഴുതി. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് 1000 രൂപ, അതുപോലെ ഫർണിച്ചർ 1500 രൂപ. സ്പോർട്സ് എക്യുപ്മെന്റിൽ മാത്രമാണ് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നത്. കാരണം സ്പോർട്സ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ് ഇന്നറിലേക്ക് എഴുതാൻ 2500 രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഓപ്പണിംഗിൽ. എന്നാൽ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതിയിരുന്നു. എക്സ്പെൻഡിച്ചർ സൈഡ് ഡിപ്രീസിയേഷൻ എത്ര ആയിരുന്നു, 10% അല്ലെ. ഡിപ്രീസിയേഷൻ അറ്റ് 10% ആയിരുന്നു പെർ ആനം. അപ്പോ ഈ 2500ന്റെ 10% ഒരു 0 കളഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞു 250 ആണ്, അത് നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോ ബാക്കി എത്ര വരും, 2250 എന്ന് വരും. 2500 നിന്ന് 250 പോയി ബാക്കി 2250 ആണ് ഔട്ടറിൽ വരുന്നത്. അപ്പൊ നമ്മുടെ അസറ്റ് സൈഡ് ക്ലിയർ ചെയ്തു. ഒരിക്കൽ കൂടി പറയുന്നു, ക്ലോസിംഗ് എടുക്കുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് ഈ 2011 കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം ആണ് നമ്മൾ കാണിച്ചു. പ്രീപെയ്ഡ് നിങ്ങൾക്കറിയാം, പ്രീപെയ്ഡ് അസറ്റ് ആണ്, അത് ഈ വർഷത്തെ കാണിച്ചു. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇത്രയുമായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. ബാക്കി അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടായിരുന്ന അസറ്റുകൾ, അവയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ്, സെയിൽ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അവ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സ്പോർട്സ് എക്യുപ്മെന്റിൽ മാത്രം 10% ഡിപ്രീസിയേഷൻ, അത് കുറച്ച് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ലൈബിലിറ്റിയിലേക്ക് വരാം. ലൈബിലിറ്റിയിൽ നേരത്തെ നമ്മൾ ചെയ്ത അഡ്ജസ്റ്റ്മെന്റിനകത്ത് ലൈബിലിറ്റിയിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. എന്തൊക്കെയാണ് ലൈബിലിറ്റിയിൽ വരുന്നത് നമുക്ക് നോക്കാം. ലൈബിലിറ്റിയിൽ നമുക്കറിയാം, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ചെയ്തപ്പോ സബ്സ്ക്രിപ്ഷന്റെ ഭാഗത്ത്, സ്പ്ലിറ്റിംഗ് ഭാഗത്ത് പറഞ്ഞതാണ് അല്ലെ, 3 വർഷങ്ങൾ ഉണ്ടായിരുന്നു. 2010 എമൗണ്ട് എവിടെ പോയി, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതി. കാര്യം അത് ഔട്ട്സ്റ്റാൻഡിംഗ് 2010 ആയിരുന്നു. 2011 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായത് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്തു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ 2011 ഔട്ട്സ്റ്റാൻഡിംഗ് കറണ്ട് ഇയറിൽ 450 രൂപയും നമ്മൾ കണ്ടെത്തി. ആ 450 രൂപ നമ്മൾ ക്ലോസിംഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവിടെ 2011 450 എഴുതിയത്. ഇത് 2011 കഴിഞ്ഞ് ഇനിയൊരു ഫിഗർ കൂടിയുണ്ട്, അതായത് 2010, 11, 12. 2012 എന്ന് പറയുമ്പോൾ സക്സീഡിംഗ് ഇയർ ആണ്. 2012 സക്സീഡിംഗ് ഇയർ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന വർഷം. വരാൻ പോകുന്ന വർഷത്തെ പണം ഇപ്പോഴേ കിട്ടി എന്ന് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. എന്താണത്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോ ഒരു ക്ലാരിറ്റി ആയി കഴിഞ്ഞു. സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളെ പറ്റി ഇപ്പോഴാണ് വ്യക്തത വരുന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഓർക്കുക, 2010 എന്ന് പറയുന്നത് ഓപ്പണിംഗിൽ ഉണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അസറ്റിൽ എഴുതി. 2011 നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൊണ്ടുപോയി. അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്ക് മനസ്സിലായത് അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് സംഭവിച്ചു. കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 450 രൂപ. അതിനെ ക്ലോസിംഗിൽ ഈ 2011 ക്ലോസിംഗിൽ ബാലൻസ് ഷീറ്റ് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ രണ്ടിടത്ത് വന്നു ഓർക്കണം, അത് എവിടെയൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുകയും എവിടെ കാണിക്കുകയും ചെയ്തു, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിച്ചു. ഡബിൾ എഫക്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ നിങ്ങൾ ഇനി അടുത്ത 2012 ഒരു എമൗണ്ട് ഉണ്ട് അല്ലെ, 2012 കിടക്കുന്ന 60 രൂപ. ആ 60 രൂപ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞു, 2011 കിട്ടി എന്നതെയാണ്. 2012 കിട്ടേണ്ടിയിരിക്കുന്ന എമൗണ്ട് 2011 കിട്ടിയാൽ അതിനെ എന്ത് വിളിക്കും, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്കറിയാം, അത് എവിടെയാണ് എഴുതേണ്ടത്, ലൈബിലിറ്റി സൈഡിലാണ് വരേണ്ടത്. സോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ലൈബിലിറ്റിയിലെ ആദ്യത്തെ ഐറ്റം ഇവിടെ എഴുതുന്നു, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 60 രൂപ. അപ്പൊ 60 രൂപയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എഴുതുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയാം, ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്ന പ്രത്യേകിച്ച് ലൈബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റം ഏതാ കിടക്കുന്നത്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. നമുക്കറിയാം എക്സ്പെൻസിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് 2 രീതി പഠിച്ചല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് അതിന് 2 എണ്ണമാണുള്ളത്. ഇൻകത്തിലാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്കിൽ അതിന് അക്രൂഡ് ഇൻകം അല്ലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നു, അസറ്റ് സൈഡിലും. എക്സ്പെൻഡിച്ചറിലെ എക്സ്പെൻസിലാണ് നിങ്ങൾക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത്. സാലറി, വേജസ്, റെന്റ് തുടങ്ങിയ എക്സ്പെൻസിലാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളതെങ്കിൽ എവിടെ കാണിക്കും, ലൈബിലിറ്റി സൈഡിൽ. നമ്മൾ 2 ഔട്ട്സ്റ്റാൻഡിംഗിലും ആഡ് ചെയ്യണം. ഓർക്കുക, എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗിന്റെ ക്ലോസിംഗ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഡ് ചെയ്യുന്നു. ഇൻകം ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്കും, അത് എക്സ്പെൻസ് ആണെങ്കിൽ എവിടേക്ക്, ലൈബിലിറ്റി സൈഡിലേക്കുമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്. സോ സാലറി എക്സ്പെൻസ് എഴുതുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഇനി എഴുതുന്നത്.
സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 50 രൂപ അല്ലെ? നോക്കി നിങ്ങൾ 50 തന്നെ അല്ലേ? 50 രൂപയാണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ വേണമെങ്കിൽ ഇയറുടെ കൊടുക്കുക 2012 ഞാൻ എഴുതുകയാണ്, കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഇവിടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 50 രൂപ. അപ്പൊ അത് ക്ലിയർ ആയിരിക്കുന്നു. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ രണ്ടാമത്തെ ഐറ്റം ലയബിലിറ്റി സൈഡിൽ വന്നിരിക്കുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 50 രൂപ. ഇനി പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഡീറ്റെയിൽ ആയി പോയിക്കൊണ്ട് ഓരോ ഐറ്റങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഇനിയും പ്രത്യേകിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് എടുക്കാനുണ്ടോ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്കെല്ലാം ആദ്യം മുതൽ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നോക്കാം. ആദ്യം മെമ്പേഴ്സിന് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം വന്ന ഓരോ കാര്യങ്ങളും അസറ്റുകളുടെ എല്ലാം എടുത്തു. പ്രത്യേകിച്ച് സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ക്ലോസിംഗിൽ എടുത്തു കഴിഞ്ഞു. ഇനി ക്ലോസിംഗുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ അതിന്റെ ഫൈനൽ ഇതിലേക്ക് പോവുകയാണ്. ലയബിലിറ്റി സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സിൽ നമ്മൾ കണ്ടെത്തിയ സാധനമാണെന്ത്? ക്യാപിറ്റൽ ഫണ്ട്. നമുക്കറിയാം ക്യാപിറ്റൽ ഫണ്ട് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണണം, നിങ്ങൾ കാണാത്തവരത് ഉറപ്പായി കാണണം. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 6065 ആണ് നമുക്ക് ഫിഗർ കിട്ടിയിരിക്കുന്നത്. 6065 എന്ന ഫിഗർ ഇന്നർ കോളത്തിൽ എഴുതുന്നു. നമ്മൾ പഠിച്ച കാര്യമാണ് ക്യാപിറ്റൽ ഫണ്ട്. ഈ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഐറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അവയെല്ലാം ഈ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. അതേപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ റിസൾട്ട് എന്താണോ എന്ന് പറഞ്ഞാൽ സർപ്ലസ് ആണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. എന്താണ്? സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യണം. പണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യം അങ്ങനെ പഠിച്ചല്ലേ? ക്യാപിറ്റലിനോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുകയും ചെയ്തു. അതേ കാര്യമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് മറ്റ് ക്യാപിറ്റലൈസേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകും. നമ്മുടെ കയ്യിൽ സർപ്ലസ് ആണുള്ളത്. സർപ്ലസിലെ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടെത്തി സർപ്ലസ് അല്ലെ? നമ്മൾ നേരത്തെ കണ്ടെത്തി സർപ്ലസ് എത്രയാണ്? 1925 ആയിരുന്നു നമുക്ക് കിട്ടിയത്. നമുക്ക് ആഡ് ചെയ്യാം. 6065 പ്ലസ് 1925 എന്ന് പറയുമ്പോ 7990 എന്ന് വരുന്നു. ശരിയാണല്ലോ? 6065 പ്ലസ് 1925 നമ്മുടെ ഔട്ടർ കോളം വരുന്ന എത്രയാണ്? 7990 എന്നാണ് വരുന്നത്. നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്നുമില്ല. ഒന്നും കൂടെ ഒരു 8 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ചെക്ക് എപ്പോഴും നിങ്ങൾ ചെയ്യണം, നോക്കണം. എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് എവിടെയെങ്കിലും നമ്മൾ മിസ്സിംഗ് ആയിട്ടുണ്ടോ നോക്കണം. കറക്റ്റ് ആണ് നമ്മൾ ചെയ്തു തരുന്നെങ്കിൽ വളരെ കൃത്യമായി നിങ്ങൾ സമയമെടുത്ത്, ഇത് ഞാൻ നേരത്തെ പറയുന്നത് ഡ്രിൽ വർക്കാണ്. നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ ഒരു കണക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇപ്പൊ ഈ ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചെന്ന് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവരുത്. മറിച്ച് അത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് ചെയ്യുന്ന രീതിയെ പറ്റി മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരു 10-20 പ്രോബ്ലങ്ങൾ നിങ്ങൾ ഇതിനകത്ത് പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തി പല സോഴ്സുകളിൽ നിന്ന് കണ്ടെത്താം. പുസ്തകങ്ങൾ, ടെക്സ്റ്റ് പുസ്തകങ്ങളുടെ ബാക്ക് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ അല്ലെ? എക്സസൈസ് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസുകൾ NCERT പുസ്തകത്തെയും മറ്റുള്ള പുസ്തകങ്ങളും എവിടുന്നൊക്കെ നമുക്ക് ഇതിൽ ചോദ്യങ്ങൾ കിട്ടുന്നു, എവിടുന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എടുത്ത് വർക്കൗട്ട് ചെയ്യുക, അതിന്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളിടത്താണ്. കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ നിങ്ങൾ ഇതിനകത്ത് മികവാർന്ന് വരും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് ടാലി ആണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത ഈ കണക്ക് അവസാനിക്കുന്നു. 8 മാർക്ക് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ലഭിക്കാൻ ഇടയാകുന്നു. അപ്പൊ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ടാലി ആയിട്ട് വരുന്ന നമുക്ക് നോക്കാം. ഇവിടുത്തെ സൈഡിലെ ഫിഗർ നമുക്ക് എഴുതുകയാണ്. ക്ലിയർ ചെയ്യാം നമുക്ക്. അപ്പോ 7990 10 കൂടായപ്പം 8000 ഏകദേശം ഇവിടെ 40ഉം 100ഉം 8100. നമുക്ക് ഈ സൈഡിൽ 8100 എന്ന് കിട്ടുന്നു. ഇതേ തുക തന്നെ ഇവിടെ കിട്ടിയാൽ നമ്മൾ ചെയ്ത ഈ കണക്ക് ശരിയായി വരുന്നു. 890 10ഉം 900 450 അല്ലെ? അപ്പൊ ഈ 8100 നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ടോ നോക്കാം. 890 450 10ഉം പിന്നെ 2000 3000 4000 4500 4500 യെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 8100 എന്ന് നമുക്ക് അസറ്റ് സൈഡിലും കിട്ടുന്നു. അപ്പൊ നമ്മുടെ ടാലി ബാലൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ട് സൈഡ് നമുക്ക് 8100 എന്ന ടാലി ആയിരിക്കുകയാണ്. ഓർക്കുക,
ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ടാലി ആയതോടുകൂടി നമ്മുടെ 8 മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഇത്. 2009 ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ 4ാമത്തെ ദിവസം അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള 6 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കും. ഈ 6 ദിവസത്തിനുള്ളിൽ നമുക്ക് കഴിയുന്ന പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ് വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇതിൽ മെസ്സേജിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് JT കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. JT കൊമേഴ്സ് എന്ന് പറഞ്ഞ നമുക്ക് ടെലഗ്രാമിൽ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരോടും വീണ്ടും പറയുന്നു, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ചാനലും നമ്മളെടുക്കുന്ന പ്രത്യേകിച്ച് ഇതിലെടുക്കുന്ന എഫേർട്ടും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ പോകത്തുള്ളൂ. അപ്പം വീണ്ടും ഒരു റിക്വസ്റ്റ് എന്ന രീതിയിൽ പറയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് നിങ്ങൾ നിർബന്ധമായി അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും പ്രത്യേകിച്ച് കുട്ടികളിലേക്കെല്ലാം പേരന്റ്സ് എല്ലാവരും തങ്ങളുടെ പ്രത്യേകിച്ച് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് അത് ഡിഗ്രി ആയിക്കൊള്ളട്ടെ, +1 +2 BCom BBA MBA ആർക്ക് വേണമെങ്കിലും പ്രത്യേകിച്ച് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് തുടർച്ചയായി നമ്മുടെ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു സാധാരണ രീതിയിൽ ക്ലാസ് ചെയ്യുന്ന പോലെയല്ല. ഇതൊരു ഇവിടെ പെർമനന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കിടക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇതിൽ വന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നിങ്ങൾ കാണുന്തോറും 1 വട്ടം കണ്ട് 2 വട്ടം കാണും, 3ാമത്തെ വട്ടമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാകും. ആവർത്തിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. അത് കൂടുതൽ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുന്നതായിരിക്കും. അതുപോലെ എക്സാം സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ വീഡിയോകളെല്ലാം പാർട്ടായി നിങ്ങൾ കണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാകും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി അപേക്ഷ നിർത്തുന്നു. അപ്പൊ നന്ദി. ഇന്നത്തെ നമ്മൾ 4ാം ദിവസം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സൈനിങ് ഓഫ്, ജേക്കബ് തിരുവരത്ത്.